എന്റെ മോ എല്ലാരും ഭയങ്കര സീരിയസ് ആണല്ലോ. അതെ, നിങ്ങൾക്കൊക്കെ ഒരു കാര്യം അറിയോ? ഏതച്ഛനായിരുന്നാലും സ്വന്തം വീട്ടിൽ മകൻ ജീവിക്കുന്നതാണ് അവർക്ക് സന്തോഷം. എന്റെ മുത്തശ്ശന്റെ വീട്ടില് എന്റെ അച്ഛൻ ജീവിച്ചു. എന്റെ അച്ഛൻ ഇത് കെട്ടി എന്നെ ഇവിടെ താമസിക്കാൻ പറഞ്ഞു. അതാ ഇങ്ങോട്ട് വന്ന്. അത് മാത്രമല്ല, ഇവിടെ ആണെങ്കിൽ എന്ന് അച്ഛനെ കാണുകയും ചെയ്യാം. എന്താ ശരിയല്ലേ? എടാ ഒന്ന് നിർത്തുന്നുണ്ടോ? ബീറോനെ പോലെ സംസാരിക്കാതെ. എടാ MLA ലിമിറ്റ് ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കാണ്. ഇത് നാടാണോ വേറെ വല്ലതോ? നീ ഒന്ന് മൂളിയാ മതി, അയാളെ കൊന്ന് കുഴിച്ചു കൂടാ. എടോ ആദ്യം മിണ്ടാതിരിക്ക്. ഇതൊക്കെ എന്റെ ഏട്ടൻ അറിയാവുന്ന കാര്യാ. ആ MLA ഒക്കെ വലിയ ആൾക്കാരാ. അവരോട് കളിക്കാൻ ചെന്നാ പണി കിട്ടും. അതൊക്കെ വിട്ടേക്കേട്ടാ, നമുക്ക് വഴക്കൊന്നും വേണ്ട. എന്ത് പറഞ്ഞാലും മിലിറ്ററി മാധവന്റെ മകനാണെന്ന് പറയാറില്ലേ? ഇപ്പൊ എന്ത് പറ്റിയടാ? മിലിറ്ററിയിലേക്ക് പോകുന്നതിന് മുമ്പ് ആണായിട്ട് പോയവൻ ഇപ്പൊ ഒരു പെണ്ണായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. നിനക്ക് എന്തറിയാടാ? നീ ഇതുവരെ രക്തം കണ്ടിട്ടുണ്ടോ? നിന്റെ അമ്മാവന്റെ ഓപ്പറേഷന് ബോട്ടിൽ കണ്ടിട്ടുണ്ടാവും രക്തം. ബോർഡറിൽ മരണം എന്താണെന്ന് മനസ്സിലാക്കിട്ട് വന്നവനെ ഞാൻ. 10 തവണ ഞാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അറിയോ? ആ MLA കൊല്ലം വേറെ ആരും വേണ്ട, ഈ 2 കൈകൾ മതി. എന്റെ അനിയത്തിയുടെ കല്യാണം കാരണമാണ് ഞാൻ കൈകൾ കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാ ഞാൻ ക്ഷമിക്കുന്നത്. എത്രയും പെട്ടെന്ന് എന്റെ അനിയത്തിയെ ഒരു നല്ല ചെക്കന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേണം ഒരു കൈ നോക്കാൻ. അതുവരെ അവൻ എന്ത് ചെയ്താലും ശരി, ഞാൻ എന്റെ വായടിച്ച് വെറുതെ ഇരിക്കും. അതുവരെ നിങ്ങൾ വായടിച്ച് വെറുതെ ഹീറോ. രാജാ, എന്താടാ സുഖല്ലേ? എനിക്കെന്താടാ, നന്നായിരിക്കുന്നു. നീ തന്ന ജീവിതമല്ലടാ ഇത്. ജീവൻ തന്ന ദൈവത്തിനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കാനാണ് ഒരാഴ്ച ലീവ് എടുത്ത് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ പൊന്ന് സുഹൃത്തെ, ഞാൻ നിന്നോട് ഇനി ഒന്നും ചോദിക്കില്ല. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. അതിരിക്കട്ടെ, നിന്റെ കല്യാണം എന്ത് കല്യാണോ? ഈ മോന്തയ്ക്ക് ആ ഭാഗ്യം കൂടി ഉണ്ടോ? ഞാൻ ഇങ്ങനെ ഇരുന്ന് കിളവി ആവത്തേ ഉള്ളൂ. എന്തേ? അവൻ ചോദിച്ച എന്നോടാ, നിന്നോടല്ല. ഒന്ന് പോയേ, ഇങ്ങോട്ട് താ. പിടിച്ചോ. അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിക്കും. നിന്റെ കാര്യം എന്താ? എനിക്കെന്ന് പറയാനായിട്ട് ആരുമില്ലടാ. അനാഥാലയത്തിൽ വളർന്നു, മിലിറ്ററിയിൽ ചേർന്നു. വർഷത്തിൽ കിട്ടുന്ന 2 മാസത്തെ ലീവിന് എങ്ങോട്ട് പോകണമെന്നറിയാതെ 3 വർഷമായിട്ട് ലീവ് പോലും എടുത്തിട്ടില്ലടാ. എനിക്ക് ആര് പെണ്ണ് തരാനാ? ഒരു കല്യാണം കഴിക്കാൻ വേണ്ട ഒരു നല്ല മനസ്സാടാ, ഇതൊന്നുമല്ല. അത് പറയേണ്ടത് നീയല്ല, പെണ്ണിനെ തരേണ്ടവരാ. ഒന്ന് പോയി പണി നോക്കടാ. ശരി, ഞാൻ നേരിട്ട് തന്നെ ചോദിക്കാം. നിനക്ക് നിന്റെ അനിയത്തിയെ എനിക്ക് കെട്ടിച്ചു തരാൻ പറ്റൂടാ? കണ്ടോ, ഇതുപോലെയാണ് എല്ലാവർക്കും. നീ ശരിക്കും പറഞ്ഞതാ? സത്യമായിട്ട് തന്നെയാ ചോദിച്ചു. നിന്റെ അനിയത്തെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. എനിക്ക് തരുവോ അവളെ? നോക്ക്, രാജ എന്റെ ഫ്രണ്ടാ, വളരെ നല്ല മനുഷ്യനാ. നിന്നെ കല്യാണം കഴിക്കണമെന്ന് നിനക്ക് ഓക്കെ ആണോ? ചേട്ടന് ഇഷ്ടാണെങ്കിൽ എനിക്കും ഇഷ്ടാ ചേട്ടാ. എന്താ ഇത്? നിനക്കിത് എന്താ പറ്റിയ? ഇന്നലെ വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. കാണാൻ സർക്കസിലെ കുരങ്ങിനെ പോലെ ഉണ്ട് ഇപ്പൊ. അതെന്താ? ആ പരിഷ്കാരി പെണ്ണ് മാത്രം ഉടുത്തോണ്ട് വരുമ്പോ ഒരു കുഴപ്പവും തോന്നുന്നില്ലല്ലോ. പക്ഷെ ഞാൻ ഉടുത്ത കുഴപ്പമാണല്ലേ. ഓ, ഇപ്പൊ അതാണ് നിന്റെ പ്രശ്നം അല്ലേ? I waiting for loving you. Kissing. No missing. I feeling you not coming. ഞാൻ not going. നമ്മള് fitting. അതിനുശേഷം fighting. ഒന്ന് പണി നോക്കുന്നുണ്ടോ? നിനക്ക് എന്താ പറ്റിയ? ഇന്നലെ വരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ എന്താ വാടി വരണ്ടിരിക്കുന്നത്? നിനക്ക് സിറ്റിയിലെ പെൺകുട്ടികളെ ഇഷ്ടമല്ലല്ലോ. അതാ നാടൻ പെണ്ണായി മാറിയത്. അയ്യേ, ഇതെന്താ ക്യാബറേ ഡാൻസ് കളിക്കാൻ പോവാണോ? നീ മാത്രം ധാവണി ഓർത്തോണ്ട് കരാത്തെ കളിക്കാൻ പോവാണല്ലേ? എന്നോട് പറഞ്ഞത് നിന്നെ ഞാൻ ഞാൻ പറഞ്ഞേക്ക് ഒരു മിനിറ്റ് നിർത്ത്. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞേ. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ സമ്മതിക്കാന്ന് വിചാരിച്ചതായിരുന്നു. എന്ത് പറ്റി ഇവന്? എന്താടാ, ധ്യാനം ചെയ്യുവാണോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ ഇങ്ങനെ. എന്തൊക്കെയായി പറയുന്നത് നീ? അല്ല, ബനിയൻ എങ്ങനെയാ കീറിയത്? ഇനി വലിച്ചു കീറിയതാവോ? അല്ലല്ല, ജോലി ചെയ്തോണ്ടിരുന്നപ്പോ കീറിപ്പോയതാ. കല്ലേ തട്ടി ബനിയൻ കീറിയല്ലേ? ശരി ശരി, അതെന്തെങ്കിലും ആവട്ടെ.
രണ്ടുപേര് വന്നല്ലോ, ആരെ കെട്ടാൻ പോകുന്നു? ചോദിക്കണ്ട എന്നെ പൊന്നളിയ. ഇവളെ കെട്ടിയ അവള് കൊല്ലും, അവളെ കെട്ടിയ ഇവള് കൊല്ലും, രണ്ടുപേരെയും കെട്ടിയ രണ്ടുപേരും ചേർന്ന് തന്നെ കൊല്ലും. എനിക്ക് വേണ്ട ഈ കല്യാണം. ശരി നടക്കട്ടെ, അതൊക്കെ നിന്റെ കാര്യം. നാളെ ഞാൻ തിരിച്ചു പോവാ. ചേട്ടാ 2 ദിവസം താമസിച്ചിട്ട് പോവാന്ന് പറയും ചേട്ടാ. പെട്ടെന്ന് ലീവ് കിട്ടിയപ്പോ ഒരാഴ്ചത്തേക്ക് വന്നതല്ലേ. അപ്പൊ ഈ മാലാഖിയെ കിട്ടിയപ്പോ കല്യാണം കഴിച്ച് 1 മാസം ഇവിടെ തന്നെ അങ്ങ് കൂടി. ഇനി ഞാൻ പോയില്ലെങ്കിലുണ്ടല്ലോ മിലിറ്ററി പോലീസ് എന്നെ കൊണ്ടുപോകും. അതെ അളിയാ, സൂക്ഷിക്കണം കേട്ടോ. ഇങ്ങോട്ട് വാ. ചേട്ടാ എവിടേക്കാ? സുഹൃത്തായിരുന്നു നീ അളിയനായി. നീ പോകുന്നത് എനിക്കൊരു വിഷമോ. കുറച്ച് സന്തോഷമുണ്ടെന്ന് വെച്ചോ. അതെന്താടാ? കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്റെ അനിയത്തെ എന്നോട് സംസാരിച്ചിട്ടേ ഇല്ല. നീ പോയി കഴിയുമ്പോ എന്നോട് അവള് സംസാരിക്കുമല്ലോ. പിന്നെ എന്റെ അച്ഛനെന്ന് ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് നന്നായിട്ട് കിട്ടുമായിരുന്നു. എന്തിനാടാ? എന്തിനാണെന്നോ ക്യാപ്പ് വെച്ചിരിക്കുന്ന കണ്ടില്ലേ? അതെ ഹീറോ ഏട്ടാ, വിടന്നേ, ഞാൻ ക്യാപ്പ് ഒന്ന് ശരിയാക്കട്ടെ. ഇങ്ങോട്ട് വാ. എന്താണ് നിന്റെ പ്രശ്നം? ഇപ്പൊ സംസാരിക്കുന്നത് അത്യാവശ്യമാണോ? അവനൊന്ന് പൊയ്ക്കോട്ടെന്നേ. എന്റെ മണ്ടൻ ഏട്ടാ, നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് നമുക്ക് സംസാരിക്കാനല്ല. ഓഹോ, എന്റെ തലയിൽ അത് വിധിച്ചിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ദേ, അവരെ സംസാരിക്കാൻ വേണ്ടിയാ. കണ്ടില്ലേ? പട്ടാളക്കാരന്റെ മോളും പട്ടാളക്കാരന്റെ അനിയത്തിയും പട്ടാളക്കാരന്റെ ഭാര്യയായിട്ട് ഇങ്ങനെ കരയാൻ പാടുണ്ടോ? 15 ദിവസത്തിനുള്ളിൽ ആനുവൽ ലീവ് എടുത്ത് ഞാനിങ്ങെത്തും. 2 മാസം ഇവിടെ ഉണ്ടാവും. സത്യാണോ? അടിക്കല്ലേ? അവൾ എന്നെക്കാളെ ഇളയതാ. എനിക്ക് മുമ്പ് തന്നെ അവൾക്ക് കല്യാണവും കഴിഞ്ഞു, ആദ്യരാത്രിയും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ആഹാ. ഛേ, നിങ്ങളൊക്കെ വിശ്വസിക്കാൻ നിന്ന് ഈ എന്നെ എത്തിക്കഴിഞ്ഞു. ആ കാണിച്ചോണ്ട് നടക്കുന്ന പരിഷ്കാരി അവള് വന്നോ? അവളുടെ അടുത്തെങ്ങാനും ചെന്ന് നിന്നാലുണ്ടല്ലോ കടിച്ച് കീറും ഞാൻ. സൂക്ഷിച്ചോ. ഹായ് അഞ്ജലി, നീ എപ്പോഴാ എത്തിയേ? എന്താ ആ മരമോന്തയോടൊപ്പം കുഴഞ്ഞു മറിയായിരുന്നല്ലോ. പിഴുതു കളയും ഞാൻ. നീ ഇപ്പൊ എന്തിനാ വന്ന്? അവൾ എന്തിനാണ് വന്നത്, അതിന് തന്നെയാ ഞാനും വന്നത്. ആഹാ. അതെ, ബസ് എത്തി. എന്തിനാ നീ കരയുന്നേ? 2 ആഴ്ച കഴിഞ്ഞ എങ്ങോട്ടല്ലേ വരുന്നേ? വാ, നമുക്ക് പോവാം. വാ. എന്താടാ പണിയില്ലാത്തവന്മാരല്ല ഇവിടെ വന്ന് നിൽക്കുന്നത്? ഇത് അളിയന്റെ ക്യാമ്പ്. ദാ, ദാ, നിക്കടാ, നിക്കടാ അവിടെ, നിക്ക. ചേട്ടാ ചേട്ടാ കണ്ടോ, ഇങ്ങനെ ഒരു തരം അതിനുള്ളിൽ മുങ്ങലും കഴിഞ്ഞു. ഇരുളിൽ കള്ളന്മാരെ പിടിക്കാൻ മനസ്സിന് ധൈര്യമുണ്ടെങ്കിൽ സാധിക്കും. ഞാനൊരു ദൗത്യം, ഈ നാടൊരു സ്വർഗം. അനർത്ഥം ഒരിക്കലും സംഭവിക്കില്ല എന്റെ മാർഗത്തിൽ. നിർത്തടാ. അനുസരിക്കാത്തവർക്ക് കാണിച്ചു കൊടുക്കും ഞാൻ നരകം. വായടക്കടാ, എന്റെ അളിയനെവിടെ? ധൃതി വെക്കല്ലേ എന്റെ പൊന്നളിയൻ. മുകളിലോട്ട് വാ. വാ 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 ഹീറോ, നിനക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്. എന്താ നിനക്ക് ശ്വാസം മുട്ടുന്നത്? ഓഹോ, ഓടി വന്നത് കൊണ്ടായിരിക്കും അല്ലേ? നിന്റെ സംസാരം കേക്കണ്ട. എന്റെ അളിയനെവിടെ? അളിയനോ? പറയാം 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 പറയാം. നിന്റെ അളിയന്റെ കൂടെ എനിക്ക് എന്താ പ്രശ്നം? പ്രശ്നം എനിക്ക് നിന്റെ കൂടെയല്ലേ. നിന്റെ അളിയനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്നേ. കാര്യം എന്താണെന്ന് വെച്ചാൽ അവനെ ഞാൻ കുറച്ച് മേലെ കടത്തിയിരിക്കുകയാണ്. നീ നോക്കി നോക്കി നോക്കി, നിന്റെ അളിയൻ എത്ര മുകളോട്ട് പോകുന്നെന്ന് കണ്ടില്ലേ? അവിടുന്ന് വീണാൽ എങ്ങനെ ഉണ്ടാവുന്ന അറിയോ? അവിടുന്ന് നേരെ താഴെ ആ മെഷീനിലേക്കായിരിക്കും വീഴുക. കരിമ്പുകളൊക്കെ മേലെ അവിടുന്നാണ് വന്ന് ചേരാറുള്ളത്. താഴെ അതിന്റെ ചാറൊക്കെ പറ്റും. ഒരു പക്ഷെ നിന്റെ അളിയൻ അതിലേക്ക് വീണാലുണ്ടല്ലോ, ചോരയായിരിക്കും വരിക. ശാന്തി ശാന്തി.